ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നാലാമത്തെ സൂത്രമാണ് ബ്രഹ്മസൂത്രത്തിൽ. തത്വസമന്വയാത്. സമന്വയാധികരണത്തിൽ തത്വസമന്വയാത് എന്നുള്ള സൂത്രമാണ്. അപ്പോൾ ഇവിടെ ശരീരങ്ങളിൽ ശരീരമില്ലാത്തവനും അസ്ഥിരങ്ങളിൽ സ്ഥിരനും മഹാനും സർവവ്യാപിയുമായ ആത്മാവിനെ വിചാരം ചെയ്ത് ഉറപ്പിക്കുന്ന ധീരൻ ദുഃഖിക്കാൻ ഇടവരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരീരങ്ങളിൽ ശരീരമില്ലാത്തവൻ, കാരണം ഇവിടെ ശരീരങ്ങളിലാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. ഇത് നമ്മുടെ ദൃഷ്ടിയിലേക്ക് വരികയാണ്. കാരണം ശരീരവുമായിട്ട് ബ്രഹ്മത്തിന് യാതൊരു സംബന്ധവും ഇല്ല എന്നുള്ള തലമല്ല അവിടെ. കാരണം നമ്മൾ കാണുന്നത് ശരീരമാകുന്ന ഉപാധിയിൽ നിലനിൽക്കുന്ന ആത്മാവിനെയാണ്. അതുകൊണ്ടാണ് ശരീരങ്ങളിൽ ശരീരമില്ലാത്തതാണ് ബ്രഹ്മം. അതുപോലെ അസ്ഥിരങ്ങളിൽ സ്ഥിരനായത് കൂടസ്ഥൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അതായത് കൊല്ലന്റെ ആലയിൽ ഉള്ള ഇരുമ്പ്, ആ ഇരുമ്പിൽ പല ആയുധ വിശേഷങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അടിച്ച് പരത്തുന്നുണ്ട്, മൂർച്ച വയ്പ്പിക്കുന്നുണ്ട്, രൂപം മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ കാരണമായിരിക്കുന്ന ആ കൂടം, അടിച്ച് പരത്തുന്ന കൂടം, ആ കൂടത്തിന് മാറ്റമില്ല, അത് സ്ഥിരമാണ്. അപ്പോൾ ഈ ദൃഷ്ടാന്തം ഏകദേശ ബോധകത്വമാണ്. കുറെ കാലം കൊണ്ട് ആ കൂടത്തിന് ചില തേയ്മാനങ്ങളൊക്കെ സംഭവിക്കും. അതിവിടെ എടുക്കരുത്, അതിന് മാറ്റം വരുന്നില്ല എന്ന അർത്ഥത്തിൽ എടുക്കണം. അതുപോലെ ആത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല.